ഈ പോത്തിനെ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ നിറയെ വീഡിയോകൾ നമ്മൾ ഇതിനോടകം കണ്ടു കാണും അല്ലേ. ഡേ ബൈ ഡേ പുതിയ പുതിയ വീഡിയോസ് റിലീസ് ആവുന്നുണ്ട്, ഒട്ടുമിക്കത് വൈറലാവുന്നുണ്ട്. ഗൂഗിൾ ലാസ്റ്റ് മന്ത് റിലീസ് ചെയ്ത VO3 എന്ന ലേറ്റസ്റ്റ് AI വീഡിയോ മോഡലാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. ഈ വീഡിയോ മോഡൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ആക്സസ് ഇല്ല. ഇതുവരെയായിട്ട് ഗൂഗിൾ നമുക്ക് ഇന്ത്യയിൽ ആക്സസ് തന്നിട്ടില്ല. പക്ഷേ ഒരു ചെറിയ ട്രിക്കിലൂടെ നമുക്കും ഇന്ത്യയിൽ ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാ വൈറൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യല്ലേ. VO3 ഇപ്പോൾ കറൻ്റ് US മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും VO3 യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ട്രിക്ക് വർക്കാകാൻ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് UPI ഉണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് നമുക്കിത് ആക്ടിവേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. 1 മന്തിലേക്കാണ് നമുക്കിത് ആക്ടിവേറ്റ് ആയി കിട്ടുക. ട്രയൽ ആയിട്ടാണ് വരിക. പക്ഷേ VO3 നമുക്ക് 1 മന്തിൽ ഡെയിലി 3 വീഡിയോസ് എന്നുള്ള കണക്കിൽ നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. സോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്രൗസർ വിൻഡോയിൽ പോയിട്ട് ഇൻകോഗ്നിറ്റോ മോഡ് ഓപ്പൺ ചെയ്യാം. ഇൻകോഗ്നിറ്റോ മോഡ് തന്നെ വേണമെന്നില്ല, ഒരു സേഫ്റ്റിക്ക് ഇൻകോഗ്നിറ്റോ മോഡ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, Google 1 എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കാണുന്ന ലിങ്ക് പോയതിന് ശേഷം Google AI ഓപ്പൺ ചെയ്ത് ഇതുപോലൊരു വിൻഡോ നമുക്ക് വരും. അതിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലോഗിലോട്ട് വരും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇമെയിൽ ID ചൂസ് ചെയ്ത് ലോഗിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇവിടെ കാണാൻ പറ്റും ഗെറ്റ് Google AI Pro. ഇവിടെ പേ വിത്ത് UPI എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം കൊടുത്താൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ സബ്സ്ക്രൈബ് ജസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 1 മന്ത് ഫ്രീ ട്രയലാണ്. അത് കഴിഞ്ഞാൽ ഇത്രയും പൈസ പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അതിനും ഒരു ട്രിക്ക് ഉണ്ട്. ഇപ്പോൾ നമുക്ക് തൽക്കാലം സബ്സ്ക്രൈബ് കൊടുക്കാം. സബ്സ്ക്രൈബ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നേരെ ഫോൺ എടുക്കുക, സ്കാൻ എടുക്കുക, സെറ്റപ്പ് ഓട്ടോ പേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണുന്ന പോലെ കാണിക്കും. ഓക്കെ, അതിൽ പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മളെ ബാങ്ക് സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ഓട്ടോ പേ എന്നുള്ള കൊടുത്തിട്ട് പിന്ന് കൊടുത്ത് സാധാരണ നമ്മൾ UPI ട്രാൻസാക്ഷനിൽ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ 2 സെക്കൻഡ് ഡിലേ ഉണ്ടാവും. ഇവിടെ നമുക്ക് പർച്ചേസ് ആയി എന്നിട്ട് കാണിക്കും, ഓട്ടോ പേ സക്സസ്ഫുൾ എന്നിട്ട് വന്നിട്ട് കാണിക്കും. ഇവിടെ നമുക്ക് സബ്സ്ക്രൈബ്ഡ് എന്നിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സബ്സ്ക്രൈബ്ഡ്. സോ ഇപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഗോ ടു ജെമിനി പ്രോ എന്നിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴത്ത് വീഡിയോ എന്നുള്ളിടത്ത് VO2 ആണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുക. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ VO3 ഇനിയും ആക്സസിബിൾ ആയി വന്നില്ല. VO2 മാത്രമേ നമുക്ക് ആക്സസിബിൾ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്, VPN കണക്ട് ചെയ്യണം. നമുക്കൊരു VPN ക്വിക്കലി കണക്ട് ചെയ്യാം. ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് അർബൻ VPN എന്ന് പറയുന്ന ഒരു VPN ആണ്. ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ അതിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ബ്രൗസറിൽ തന്നെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് അർബൻ VPN എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് VPNൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം വരും. അതിന് തൊട്ട് താഴത്തായിട്ട് അർബൻ VPNൻ്റെ എക്സ്റ്റൻഷൻ എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു എക്സ്റ്റൻഷൻ വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ ആഡ് ടു ക്രോം എന്നിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലൊരു വിൻഡോ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ കാണാൻ പറ്റും. ഇതിൽ പോയിട്ട് കണക്ട് കൊടുക്കുക. മേക്ക് ഷുവർ യു ആർ കണക്റ്റിംഗ് ടു US നമുക്ക് കണക്ഷൻ കിട്ടേണ്ടത്. കാരണം US മാത്രമേ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളൂ. കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡിൽ കണക്റ്റ് ആവും. ഓക്കെ, കണക്റ്റായി. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോ താങ്ക്സ് എന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ആ വരുന്ന വിൻഡോ നമ്മൾ ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് വിടുക. അതിനുശേഷം ഇപ്പം നേരത്തെ കണ്ട ആ വീഡിയോ എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും VO3 ആക്റ്റീവ് ആയി. ഓക്കെ, ഡെയിലി 8 സെക്കൻഡ് വീഡിയോ കിട്ടും. ഡെയിലി 3 വീഡിയോ വെച്ച് നിങ്ങൾക്ക് എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ VO3 ആക്റ്റീവായി. പക്ഷേ 1 മന്ത് കഴിയുമ്പോൾ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം 2200 രൂപ പിടിക്കും. ഇത് പിടിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആ പേയ്മെൻറ്റ് ഓട്ടോ പേ ഡിസേബിൾ ചെയ്ത് വിടുക. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സബ്സ്ക്രൈബ് ചെയ്ത സർവീസ് ഒന്നും പോകില്ല. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ എടുത്തിട്ട് നമ്മൾ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടാവില്ലേ, അതിൽ ഓട്ടോ പേ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഓട്ടോ പേ കാണാൻ പറ്റും. ഗൂഗിളിൻ്റെ 1950 രൂപ ഓട്ടോ പേ പേയ്മെൻറ്റ് എനേബിൾഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ 2 ഓപ്ഷൻ താഴെ കാണാൻ പറ്റും, പോസ് ഓട്ടോ പേ, ക്യാൻസൽ ഓട്ടോ പേ. ഇതിൽ ക്യാൻസൽ ഓട്ടോ പേ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ക്യാൻസൽ ഓട്ടോ പേ കൊടുക്കുക. ക്യാൻസൽ ഓട്ടോ പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മളെ പിന്നും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ പേ ഡിസേബിൾ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് വീണ്ടും റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും പ്രോയിലാണ് ഉള്ളത്. നമ്മളിപ്പോഴും പ്രോ ആയിട്ട് തന്നെ കാണാൻ പറ്റും.
ഇവിടെ നേരത്തെ പോലെ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ VO3 സ്റ്റിൽ ആക്റ്റീവിൽ തന്നെ ഉണ്ടാവും, നമുക്ക് അത് എവിടെയും പോയിപ്പോവില്ല. ഇങ്ങനെയാണ് നമുക്ക് VO3 വെറും 3 സ്റ്റെപ്പിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു അക്കൗണ്ടിൽ മാത്രമേ ആക്ടിവേറ്റ് ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് എത്ര അക്കൗണ്ടിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാം. നിങ്ങൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് VO3 യൂസ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ താഴത്ത് വീഡിയോ എന്നുള്ളതിൻ്റെ മുകളിൽ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് വിത്ത് VO3 എന്നുള്ളത് ഇപ്പോഴും നമുക്ക് എനേബിൾ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കാണിക്കുന്ന മെസ്സേജ് ഞാൻ ഒരു ട്രൈ അടിച്ച് നോക്കി, സാധനം വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു ട്രൈ അടിച്ച് നോക്കിയതാണ്. ഇതൊരു റാൻഡം ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ഞാൻ അങ്ങോട്ട് എടുത്തു, എൻ്റർ ചെയ്ത് വീഡിയോ ജനറേറ്റ് ചെയ്തു. വീഡിയോ നമുക്കപ്പോൾ പ്രോപ്പറായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് എനിക്ക് വന്നത്. സോ ഇത്രയാണ് VO3 അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. ഒരു 1 മന്തിലേക്കുള്ള VO3 നമ്മളിവിടെ ആക്റ്റീവ് ചെയ്തത്. ഇതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സിലും ആക്റ്റീവ് ചെയ്ത് വിടാം. ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിങ്ങനെ 15 മാസത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത്. അത് കാണാൻ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. VO3 കിട്ടാതിരിക്കുന്ന ആളുകളിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആർക്കെങ്കിലും VO3 എങ്ങനെ എടുക്കണം എന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്